ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ബ്ലോഗാണ്. സ്വന്തക്കാർക്കൊപ്പം ഹൗസ് ബോട്ടിൽ ഒരു ഉല്ലാസയാത്രയാണ് ഇന്നത്തെ വിഷയം. ഞങ്ങൾ 50ഓളം പേരുണ്ടായിരുന്നു. ഒരു ഫാമിലി ഗെറ്റ് ടുഗദറും കൂടിയായിരുന്നു ഈ യാത്ര. ഞങ്ങൾ 50ഓളം പേരുണ്ടായിരുന്നു. 8 മണിക്ക് പാലായിൽ നിന്നും പുറപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ 10 മണിയായി. ഞങ്ങൾ ഇവിടെ എത്തിയ ഉടനെ ബോട്ട് എത്തി. ഇതാണ് ഞങ്ങൾക്കുള്ള ബോട്ട്. ബോട്ട് ഇവിടെ നിർത്തിയപ്പോഴേക്കും എല്ലാവരും അതിലേക്ക് കയറി. ഒരു ഏണി ഇട്ടിട്ടാണ് അതിലേക്ക് കയറിയത്. ഇവിടെ വേറെയും ധാരാളം ഹൗസ് ബോട്ടുകൾ കിടപ്പുണ്ടായിരുന്നു, ചെറുതും വലുതുമായവ. ഇവരാണ് കൂട്ടത്തിലെ ഏറ്റവും തലമുതിർന്നവർ. എൻ്റെ മൂത്ത സഹോദരനും ഭാര്യയുമാണ്. റിട്ടയർഡ് പ്രൊഫസർമാരാണ് രണ്ടുപേരും. ബ്ലൂ ഗ്രീൻ ബോട്ട് സർവീസിൻ്റെ ഉടമ മനു ജേക്കബാണ് ഇത്. മനു ഈ കുടുംബത്തിലെ ഒരംഗമാണ്. നമുക്ക് മനുവിനോട് ചോദിക്കാം, എത്ര പേർക്ക് കയറാം? നമുക്ക് വിത്തൽ 100 പേർക്ക് കയറാവുന്ന ബോട്ടാണ്. ഇപ്പോൾ 50 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം വിത്തലുണ്ട്. ഇതെവിടെയൊക്കെ കവർ ചെയ്യും? ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റ് പുന്നമ്പട റാണി ചിത്തിര കായൽ കറങ്ങി തിരിച്ച് പള്ളാതുരുത്തി തന്നെ എത്തുന്നത്. ഒരു ദിവസം എത്രയാവും? അത് ഡിപ്പെൻസ് ആളിൻ്റെ എണ്ണം, എത്ര ഏത് ദിവസമാണ് അതിനനുസരിച്ച്. അത് പല പല കാറ്റഗറിയിലുണ്ട്. ഡീലക്സ്, പ്രീമിയം, ലക്ഷറി, അൾട്രാ ലക്ഷറി, അങ്ങനെ പലതുണ്ട്. അത് ഒരു സ്പെഷ്യൽ റേറ്റ് ആയിട്ട് അത് പറയാനായിട്ട് ഇപ്പോൾ പറ്റത്തില്ല. മനു ഞങ്ങളോടൊപ്പം വന്നില്ല. മനുവിന് വേറെ തിരക്കുകളുണ്ടായിരുന്നു. ബോട്ട് അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്തു. മുമ്പിൽ കാണുന്ന ഒരു വലിയ പാലമാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ അടിയിൽ കൂടിയാണ് ബോട്ട് പോകുന്നത്. ബോട്ടിനകത്തെ കാഴ്ചകൾ കാണാം. കയറി വരുന്നത് ലിവിങ് റൂമിലേക്കാണ്. അവിടെ 2 സോഫ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഒരു ഇടനാഴിയാണുള്ളത്. അതിൻ്റെ 2 വശത്തുമായിട്ടാണ് ബെഡ്റൂമുകളുള്ളത്. 6 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ വാഷ് ബേസിനുകളുമുണ്ട്. ഇടനാഴി അവസാനിക്കുന്നത് കിച്ചണിലാണ്. അവിടെ പ്രവേശനമില്ല. അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബെഡ്റൂമിനോടും അറ്റാച്ച്ഡ് ചെയ്ത വാഷ്റൂമുകളുണ്ട്. റൂമിൽ അലമാരകളും ബെഡിനോട് ചേർന്ന ടേബിളുകളുമുണ്ട്. കണ്ണാടിയുമുണ്ട്. ഇത് ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്. ഇത് മനുവിൻ്റെ കുട്ടിയാണ്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി മുകളിലത്തെ നിലയിലെത്തുമ്പോൾ വലിയൊരു ഹാളാണ് കാണുന്നത്. എല്ലാം ചില്ലിട്ട് വെച്ചിരിക്കുകയാണ്. മുഴുവൻ AC ആണ്. ഇവിടെ ടേബിളുകളും ചെയറുകളും വരി വരിയായി നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുടിവെള്ളം ലഭ്യമാണ്. ഇത് ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കുന്ന ടേബിളാണ്. ഇതിനിടയിലൂടെ കുട്ടികൾക്ക് ഓടാനും കളിക്കാനും സൗകര്യമുണ്ട്. ഇത് വരാന്തയാണ്. ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാൻ സൗകര്യമുണ്ട്. ആദ്യം വെൽക്കം ഡ്രിങ്കായി ലൈം ജ്യൂസ് കിട്ടി. എല്ലാവരും കാഴ്ചകൾ കണ്ടും വിശേഷങ്ങൾ കൈമാറിയും സമയം പോക്കി. ഇതിനിടയിൽ കുട്ടികളുടെ ഡാൻസും പാട്ടും ആട്ടവും, കപ്പിൾ ഡാൻസ്, മ്യൂസിക്കൽ ചെയർ, പല കളികളും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1:30 മണിയായപ്പോൾ ചിത്തിരക്കായലിൽ ഒരു പള്ളിയോട് ചേർന്ന് ബോട്ട് നിർത്തിയിട്ടു ഭക്ഷണം കഴിക്കുവാനായിട്ട്. കരിമീൻ വറുത്തതും കോഴിയും ബീഫും
പച്ചക്കറികളും എല്ലാം ചേർത്ത് വിഭവസമൃദ്ധമായ ഒരു ഊണായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. നമുക്കിഷ്ടമുള്ള വേറെ ഭക്ഷണം നേരത്തെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ഇവിടെ വള്ളങ്ങളിൽ ഐസ്ക്രീം കൊണ്ടുവന്ന് വിൽക്കുന്ന കുട്ടികളിൽ നിന്ന് ഐസ്ക്രീം വാങ്ങി കുട്ടികൾക്കും കൊടുത്തു. ഭക്ഷണം കഴിഞ്ഞ് കുറച്ചു നേരം വിശ്രമിച്ച ശേഷം പിന്നെയും ആട്ടവും പാട്ടവുമായി കായലിലൂടെ അങ്ങനെ യാത്ര ചെയ്തു വരുന്നു. ഇത് പുന്നമട കായലാണ്. എന്തുമാത്രം വിസ്തൃതിയാണ് ഇതിനുള്ളതെന്ന് നോക്കൂ. എത്ര പരന്നാണ് കിടക്കുന്നത്. ഈ കായലിലാണ് പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അങ്ങനെ 5 മണിയോടുകൂടി ഞങ്ങൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലെത്തി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കുള്ള പോകാനുള്ള ബസ് അവിടെ എത്തിച്ചേർന്നിരുന്നു. ഞങ്ങളെല്ലാവരും അതിൽ കയറി ആലപ്പുഴ ബീച്ചിലേക്ക് വിട്ടു. അവിടെ 1 മണിക്കൂറോളം ചെലവഴിച്ച ശേഷമാണ് വീടുകളിലേക്ക് പോയത്. ഞങ്ങൾ 9 മണിയായപ്പോൾ പാലായിലെത്തി. അവിടെ ഹോട്ടലിൽ നിന്നും ഡിന്നർ കഴിച്ച ശേഷമാണ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയത്. എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.